നമസ്കാരം. കഴിഞ്ഞ മെയ് 18-ന് ഇറാൻ പുതിയൊരു അതോറിറ്റി രൂപീകരിക്കുകയുണ്ടായി. PGSA, പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി. എന്തിനാണിപ്പോൾ ഇങ്ങനൊരു പുതിയ അതോറിറ്റി എന്നല്ലേ? ഹോർമോസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ ട്രാഫിക് നിയന്ത്രിക്കാനും അതേപോലെ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനും വേണ്ടി ഇറാൻ രൂപീകരിച്ച പുതിയൊരു അതോറിറ്റിയാണ് PGSA. PGSAയുമായി കോർപ്പറേറ്റ് ചെയ്യുന്ന കപ്പൽ കമ്പനികൾക്ക് അവരുടെ കപ്പലുകൾ ഇതുവഴി പാസ് ചെയ്തു പോകാം. ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇങ്ങനെ 20-25 കോടിയൊക്കെ ടോൾ കൊടുത്ത് കടന്നു പോകുക എന്നുള്ളത് വലിയ ഒരു കാര്യമൊന്നുമല്ല. കാരണം അതിലെ കാർഗോയുടെ വാല്യൂയും ഷിപ്പിൻ്റെ വാടകയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയ നഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ഇതിനൊരു വേറൊരു മറുവശമുണ്ട്. ഇങ്ങനെ ടോൾ കൊടുത്ത് പോകുന്ന കപ്പലുകൾക്കും കപ്പൽ കമ്പനികൾക്കും അമേരിക്കൻ സാങ്ഷൻസ് നേരിടേണ്ടി വരും. അത് ഇന്നത്തെ അവസ്ഥയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് ഷിപ്പിംഗ് കമ്പനികൾ ഇങ്ങനെ അമേരിക്കൻ സാങ്ഷൻസ് ഇത്ര ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ അമേരിക്കൻ സാങ്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഒരു ഷിപ്പിംഗ് കമ്പനി എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും? മെയിനായിട്ടുള്ളൊരു കാര്യം, ആ കമ്പനിക്ക് പിന്നെ അമേരിക്കൻ ഫൈനാൻസ് സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്, മോസ്റ്റ് ഓഫ് ദ ഷിപ്പിംഗ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ആർ ഫ്രം വെസ്റ്റേൺ സൈഡ്. അതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കാർഗോ കിട്ടില്ല. അതേപോലെ പോർട്ട് എൻട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ അമേരിക്കൻ സാങ്ഷൻസ് കൊണ്ട് ആ കമ്പനി നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, ടോൾ കൊടുക്കാതെ ഇറാൻ കപ്പലുകൾ കടത്തിവിടില്ല. അമേരിക്കൻ സാങ്ഷൻസ് ഭയന്നിട്ട് ഷിപ്പിംഗ് കമ്പനികൾ അതിനിട്ട് മുതിരുകയുമില്ല. ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുറേ കപ്പലുകളും അതിലെ ജീവനക്കാരും ഇപ്പോഴും ഹോർമോസിൽ കഷ്ടപ്പെടുകയാണ്. എന്തായാലും സീസ് ഫയർ കാരണം വലിയ വെടിവെച്ച ശബ്ദങ്ങളൊന്നുമില്ല, ശാന്തമാണ്. കുറച്ച് കൊറിയൻ കപ്പലുകളും ചൈനീസ് കപ്പലുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അമേരിക്കൻ സാങ്ഷൻസ് അവർക്ക് ഭയമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇന്ന് വേൾഡിലുള്ള ഗ്ലോബൽ ഓയിൽ ട്രേഡ്, മറ്റു ട്രേഡുകളെല്ലാം US$ നടക്കുന്നത്. ഇനി ഒരു ഷിപ്പിംഗ് കമ്പനി ഞങ്ങളിനി $US വേണ്ട, ഞങ്ങളിനി യൂറോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ചൈനയുടെ യുവാനിൽ ചെയ്യാം, അതുമല്ലെങ്കിൽ UAE ദിർഹത്തിൽ ചെയ്യാം എന്ന് വിചാരിച്ചാൽ പോലും അമേരിക്കയ്ക്ക് പണി തരാൻ പറ്റും. അങ്ങനെയുള്ള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ US മാർക്കറ്റോ ആ ബാങ്ക് ആക്സസോ കിട്ടില്ല. വലിയ വലിയ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വലിയ കമ്പനിക്ക് US ബാങ്ക് റിലേഷൻഷിപ്പ് അത്യാവശ്യമാണ്, വെസ്റ്റേൺ ഇൻഷുറൻസ് ആവശ്യമാണ്, US കാർഗോ, US ഇൻവെസ്റ്റേഴ്സ്, US ബിസിനസ്, ഇതെല്ലാം ആവശ്യമാണ്. കൂടാതെ $, ഫൈനാൻസും അവർക്ക് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഹോർമോസിലെ കുരുക്ക് ദിനം പ്രതി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരാൻ പോകുന്ന ഒരു ദിനങ്ങൾ ഇൻഫ്ലേഷനും വിലക്കയറ്റവുമാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ, കൊറിയ, ജപ്പാൻ പോലുള്ള 60ഓളം രാജ്യങ്ങളിൽ എനർജി ഷോർട്ടേജ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, നമ്മൾ ഇനി സ്വർണം വാങ്ങരുത്, അതേപോലെ വിദേശയാത്രകൾ ഒഴിവാക്കണം. ഏതൊക്കെ പാർട്ടി ബേസിലാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എനർജി സേവ് ചെയ്തേ പറ്റൂ ഈ ഒരു അവസരത്തിൽ. താങ്ക് യു.